ദൈവം സത്യമാണെന്ന് പറയുമ്പോൾ ആ സത്യത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ ഉഴപ്പിയാലും അത് നടക്കും. പക്ഷേ പിശാച് നിങ്ങളോട് പറയും, നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയല്ല, നീ ഇപ്പോൾ ഉടമ്പടി ചെയ്യണില്ലല്ല, എന്നിട്ട് നിനക്ക് ഉദ്യോഗം കിട്ടിയല്ല, അപ്പോൾ ഉടമ്പടിയല്ല കാര്യം, അത് സ്വാഭാവികം ഉടമ്പടി ചെയ്തില്ലേ കിട്ടുമായിരുന്നു, പണിയായില്ലേ? അതായത് നിങ്ങൾ ഉതക്കുന്ന ഓരോ ഉതപ്പിലും പിശാച് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ കള്ളക്കളികൾ മനസ്സിലാക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങളെ ഉതപ്പ്, നിങ്ങളെ കുറച്ച് കഴിയുമ്പോൾ ഉടമ്പടി നിങ്ങൾ മനഃപൂർവ്വം ഉഴപ്പണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അത്രയും സീരിയസ് ടൈപ്പ് പേഴ്സൺ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പോയി അളിയന്മാരും 3 പേരും കൂടി ഇരിക്കുമ്പോൾ പറയും, എൻ്റെ അളിയ നമ്മ കണ്ടിട്ട് എത്ര നാളായി. അപ്പോൾ പറയും, നീ മസ്കറ്റിലല്ലേ, നീ എത്ര കാലമായി? ഞാൻ 12 കൊല്ലം. നീ എത്ര കാലം? ഞാൻ 7 കൊല്ലം. ഈ 7 കൊല്ലം 12 കൊല്ലം പറയുന്നതിനാണെന്ന് അറിയാം, വെള്ളം അടിക്കാനാണേ. അതിൻ്റെ ഈ 7 കൊല്ലം 12 കൊല്ലത്തിൻ്റെ ഇവനെ എടുത്ത് വീണ് പോകും. ശരിയാണ്, അളിയെ കണ്ടിട്ട് 16 കൊല്ലമായി, 12 കൊല്ലമായി, 7 കൊല്ലമായി, ഇനി എപ്പോൾ കാണാനാണ്? മനുഷ്യന്മാരല്ലേ, ഇന്ന് കാണുന്നത് നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോരോ സെൻറ്റിമെൻ്റ് അടിക്കുമ്പോൾ ഇവനും കുടിക്കും. അതോടെ പാപ്പടം വീണ് പോകും.